അനുരാഗഗാനമായും വിരഹനാഥമായും മാറിയ ഒരു പിടി ഭാവരാഗങ്ങൾ മലയാളത്തിന് സമ്മാനിച്ച പി ജയചന്ദ്രൻ എന്ന ഭാവഗായകൻ. അരനൂറ്റാണ്ടിൻ്റെ സംഗീതയാത്രയിൽ 16,000 ഗാനങ്ങൾ. ഹൃദയമിടിപ്പിൻ്റെ രാഗമായാണ് അദ്ദേഹത്തിൻ്റെ പല പാട്ടുകളും. അതിനാൽ തന്നെയാണ് മലയാളം അദ്ദേഹത്തിന് ഭാവഗായകൻ എന്ന ബഹുമതി നൽകിയതും. നീയൊരു പുഴയായി തഴുകുമ്പോൾ എന്ന വരികളിൽ ജയചന്ദ്രൻ എന്ന ഭാവഗായകന്റെ ശബ്ദം കിനിയുമ്പോൾ പ്രണയത്തിൻ്റെ തീരം തന്നെയാണ് നിർമ്മിക്കപ്പെടുന്നത്. അവിടെ നിന്നും രാപ്പകലിലെ അമ്മ മനസ്സിലേക്ക് എത്തിച്ചേരുമ്പോൾ സ്നേഹത്തിൻ്റെ വാത്സല്യത്തിരയും പടരുന്നു. രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം എന്ന പാട്ടിൽ വൈദേഹി കാത്തിരുന്നാൾ എന്ന ചിത്രത്തിലെ സകല ഭാവങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വിവിധ ഭാവതലങ്ങൾ സംഗീതത്തിൽ ചേർത്തു നൽകിയ മലയാളത്തിൻ്റെ ഭാവഗായകൻ പി ജയചന്ദ്രന് വിട. അഞ്ച് പതിറ്റാണ്ടിനിടെ 16,000-ഓളം ഗാനങ്ങൾ പാടിത്തീർത്ത മലയാളത്തിന്റെ ഭാവഗായകനാണ് വിട പറയുന്നത്. മഞ്ഞിലയിൽ മുങ്ങിത്തോർത്തി എന്ന പാട്ട് ജനശ്രദ്ധ നേടിയതോടെയാണ് ഈ അതുല്യ പ്രതിഭ മലയാളത്തിന്റെ സംഗീതവേദിയിൽ സ്ഥാനം പിടിച്ചത്. 1944 മാർച്ച് 3-ന് എറണാകുളം ജില്ലയിലെ രവിപുരത്തായിരുന്നു രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും 5 മക്കളിൽ മൂന്നാമനായി ജയചന്ദ്രന്റെ ജനനം. 1958-ലെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവ വേദിയിൽ യേശുദാസ് ശാസ്ത്രീയ സംഗീതത്തിൽ 1-ാം സ്ഥാനം നേടിയപ്പോൾ ജയചന്ദ്രന് അന്ന് മൃദംഗത്തിൽ 1-ാം സ്ഥാനമായിരുന്നു. സംഗീതത്തിലേക്കുള്ള ആദ്യ ചുവടുവെപ്പ് അതായിരിക്കണം. ഹൃദയത്തിന്റെ ഭാഷയിൽ വൈകാരിക തലത്തെ ശബ്ദത്തിലൂടെ അവതരിപ്പിക്കാൻ ഇത്രമേൽ കഴിവുള്ള ഗായകനുണ്ടോ എന്നത് സംശയമാണ്. ചിദംബരനാഥിൽ തുടങ്ങി രാജ്യത്തെ മുൻനിര സംഗീത സംവിധായകരുടെയും ഗാനങ്ങൾ ആലപിക്കാൻ ഈ പ്രതിഭയ്ക്ക് ഭാഗ്യമുണ്ടായി. രാസാത്തി ഉന്നെ കാണാതെ നെഞ്ചം എന്ന ഗാനം തമിഴ് സിനിമയെ കീഴടക്കി. ഉദ്യോഗസ്ഥനിലെ അനുരാഗ ഗാനം പോലെ, CID നസീറിലെ നിൻ മണിയറയിലെ, പ്രേതങ്ങളുടെ താഴ്വരയിലെ മലയാള ഭാഷകൻ മാദകഭംഗി, ഉമ്മാച്ചുവിലെ ഏകാന്തപഥികൻ ഞാൻ തുടങ്ങിയ ഗാനങ്ങൾ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവാത്തതാണ്. 1986-ൽ ശ്രീനാരായണ ഗുരു എന്ന ചിത്രത്തിലെ ശിവശങ്കര സർവശരണ്യ വിഭോ എന്ന ഗാനത്തിലൂടെ ജയചന്ദ്രനെ തേടി മികച്ച ഗായകനുള്ള ദേശീയ പുരസ്കാരം എത്തി. BR പ്രസാദിന്റെ വരികളിൽ പിറന്ന കേരനിരകളാടും എന്ന പാട്ട് മലയാളികളുടെ ദേശവർണ്ണനയുടെ ശബ്ദമായി തീർന്നു. 5 തവണയാണ് ജയചന്ദ്രൻ മികച്ച ഗായകനുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയത്. 1972-ൽ പണിതീരാത്ത വീട് എന്ന സിനിമയിലെ നീലഗിരിയുടെ സഖികളെ, 1978-ൽ ബന്ധനത്തിലെ രാഗം ശ്രീരാഗം, 2000-ൽ നിറത്തിലെ പ്രായം തമ്മിൽ മോഹം നൽകി, 2004-ൽ തിളക്കത്തിലെ നീയൊരു പുഴയായി, 2015-ൽ ജിലേബിയിലെ ഞാനൊരു മലയാളി എന്നിവയാണത്. 1994-ൽ കിഴക്ക് സീമയിലെ എന്ന ചിത്രത്തിലെ കാട്ടായം കാട്ടുവഴി എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള തമിഴ്നാട് സർക്കാരിന്റെ പുരസ്കാരവും ജയചന്ദ്രൻ സ്വന്തമാക്കി. തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരം എന്ന നിലയിൽ 1997-ൽ തമിഴ്നാട് സർക്കാരിന്റെ കലൈമാമണി അവാർഡിനും അദ്ദേഹം അർഹനായി. 2021-ൽ കേരളം അദ്ദേഹത്തെ JC ഡാനിയൽ പുരസ്കാരം നൽകി ആദരിച്ചു. പി ജയചന്ദ്രന് K-ഫയലിന്റെ ആദരാഞ്ജലികൾ. K-ഫയൽ ഡെസ്കിൽ നിന്നും അഞ്ജു നാരായണൻ.